ദൈവം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കൂടെ നടന്നവരും അവനിൽ നിന്ന് പഠിച്ചവരും അവന്റെ പരസ്യ ജീവിതത്തിനും പീഡാസഹനങ്ങൾക്കും കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും എന്തിന് സ്വർഗാരോഹണത്തിനും സാക്ഷിയായവർ പല സ്ഥലങ്ങളിലിരുന്ന് പല വീക്ഷണകോണുകളിലിരുന്ന് എഴുതിയതാണ് പുതിയ നിയമം. ഇവരെല്ലാവരും എഴുതി സാക്ഷ്യപ്പെടുത്തിയത് ചരിത്രപരമായോ വിശ്വാസപരമായോ പരസ്പര വിരുദ്ധത ഒട്ടില്ലതാനും. അവരെല്ലാവരും ഒരുപോലെ പറയുന്നു, ഈശോ ദൈവം തന്നെയെന്ന്, ദൈവം കുരിശിൽ കയറിയെന്ന്, ഈശോ മരിച്ച് അടക്കപ്പെട്ടുവെന്ന്, ഈശോ ഉയർത്തുവെന്ന്, ഈശോ സ്വർഗാരോഹണം ചെയ്തുവെന്ന്, ഈശോ തന്റെ ആത്മാവിനെ വർഷിച്ചുവെന്ന്. പരിശുദ്ധ പിതാവ് റോമിലെ ഒരു സിനഗോഗിൽ പറഞ്ഞ പ്രസംഗം വളരെ ശ്ലാഘനീയമാണ്. ക്രൈസ്തവർ യഹൂദ വേരുകൾ പങ്കിടുന്നവരാണ്. ക്രൈസ്തവർക്ക് തങ്ങളെ തന്നെ മനസ്സിലാക്കാൻ യഹൂദമതം ആവശ്യമാണ്. യഹൂദരും ക്രൈസ്തവരും തമ്മിൽ സംവേദിക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. യഹൂദ ക്രിസ്ത്യൻ സംവാദം മതപരമല്ലെന്നും കുടുംബ വിഷയമാണെന്നും ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്തു. 1986 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ യഹൂദരെ ജ്യേഷ്ഠ സഹോദരർ എന്ന് വിളിച്ചതും നമുക്കിവിടെ ഓർക്കാം.